ഞാൻ ഏത് തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്ത സമയത്തും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുള്ള കാലം മുതൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോഴും അത് കഴിഞ്ഞുമൊക്കെ പാണക്കാട് വരാറുണ്ട്, കാണാറുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായും ഇതൊരു സൗഹൃദ സന്ദർശനം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാനും 2 ദിവസം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തങ്ങളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ വന്ന് കണ്ട്, അദ്ദേഹം കേരളത്തിലെ UDFൻ്റെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി നയിച്ച ഒരാളാണ്. മാത്രമല്ല മലപ്പുറം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് രംഗത്തും വളരെ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് തങ്ങളായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ചെന്ന് കാണേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വന്നു, കണ്ടു. തീർത്തും സൗഹൃദപരം, മറ്റ് രാഷ്ട്രീയ ചർച്ചകളൊന്നുമില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത്തരം കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചല്ല. അദ്ദേഹത്തെ ഞാനും മലപ്പുറത്താണ്, ഞാനിവിടെ ഇടയ്ക്ക് വരുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷം കണ്ടിട്ടില്ല, വന്നു, കണ്ടു. സൗഹൃദ സന്ദർശനം എന്നതിനപ്പുറത്ത് യാതൊരു രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളോ കാര്യങ്ങളോ ഇല്ല. തീർത്തും സൗഹൃദപരമായിട്ടുള്ള ഒരു സന്ദർശനം, അത്രേ കാര്യമുള്ളൂ. അല്ല, അതത്തരം കാര്യങ്ങളല്ല, നിങ്ങൾ ഈ പറയുന്ന രാഷ്ട്രീയമല്ലല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ മുഖ്യമന്ത്രി തീരുമാനങ്ങൾ കാര്യങ്ങളൊക്കെ അതൊക്കെ പാർട്ടിയുടെയൊക്കെ ഹൈക്കമാൻഡ് കാര്യങ്ങൾ എടുക്കേണ്ട തീരുമാനമാണ്. അപ്പോൾ ഞാൻ ഇവിടെ സൗഹൃദ സന്ദർശനം എന്നതിനപ്പുറത്ത് നിങ്ങളതിന് വേറെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അല്ല, അത് നിങ്ങൾ ആരംഭിച്ചല്ലേ, കേരളത്തിലെ മാധ്യമങ്ങളാണല്ലോ ആരംഭിച്ചത്. ഞങ്ങൾക്ക് ഇത് ആരംഭിക്കേണ്ട സമയം എപ്പോഴാണെന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ട്. അത് പാർട്ടിക്കുണ്ട്, UDFനുണ്ട്. ആ സമയത്ത് ആരംഭിക്കും, ആ സമയത്ത് അത് പ്രഖ്യാപിക്കേണ്ട സമയത്ത് പ്രഖ്യാപിക്കും. അത് യാതൊരു രീതിയിലും ഇത്തരം സന്ദർശനങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. അല്ല, രാഷ്ട്രീയത്തിൽ നേതാക്കളെ കാണുമ്പോൾ ചെയ്യേണ്ട ചർച്ചകൾ സ്വാഭാവികം ചർച്ച ചെയ്യല്ല. അതിനപ്പുറത്തുള്ള യാതൊരു കാര്യമില്ല. പൂർണ്ണമായിട്ടും സൗഹൃദ സന്ദർശനം തന്നെ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, UDF ആണല്ലോ. അതിനകത്ത് ഇന്ന് ഇവിടെ വന്നതും കണ്ടതും പൂർണ്ണമായിട്ടും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് സൗഹൃദ സന്ദർശനം, അതിനപ്പുറത്ത് യാതൊരു പ്രാധാന്യം. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF 100 സീറ്റ് എന്നുള്ളത് നേരത്തെ ഞങ്ങളത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ്, യഥാർത്ഥത്തിൽ പഞ്ചായത്ത് ഇലക്ഷൻ്റെ തയ്യാറെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ ലക്ഷ്യം ഫൈനലായിരുന്നു. ആ ഫൈനൽ എന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടുക എന്നുള്ളതാണ്, UDF മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. ആ ലക്ഷ്യം വെച്ചാണ് പോയത്. ആ ലക്ഷ്യത്തിൽ ഞങ്ങൾ എത്തും. അത് വോട്ടെണ്ണുമ്പോൾ ബോധ്യമാവും.